മാസങ്ങൾക്ക് മുൻപായിരുന്നു ആ നടുക്കിയ സംഭവം നടന്നത്. ബോളിവുഡ് സൂപ്പർ താരമായ സൽമാൻ ഖാന്റെ വസതിക്ക് നേരെയുണ്ടായ ആക്രമണം. ഇപ്പോഴിതാ അതിന് സമാനമായ രീതിയിൽ തന്നെ മറ്റൊരു ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. പ്രമുഖ സംവിധായകൻ രോഹിത് ഷെട്ടിയെ ലക്ഷ്യം വെച്ചെത്തിയ ക്രിമിനൽ സംഘത്തിന്റെ നീക്കങ്ങൾക്കെതിരെ വലമുറുക്കി മുംബൈ പോലീസ് രംഗത്ത് വന്നു. ജൂഹുവിലെ അതീവ സുരക്ഷാ മേഖലയിലുള്ള രോഹിത് ഷെട്ടിയുടെ മൾട്ടി സ്റ്റോറി കെട്ടിടത്തിന് നേരെ വെടിയുതിർത്ത കേസിലെ മുഖ്യപ്രതിയും ഷൂട്ടറുമായ ദീപക് ശർമ്മയിൽ നിന്നാണ് കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച മാരക ആയുധം അന്വേഷണ സംഘം ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. ഫെബ്രുവരി 1 പുലർച്ചെയായിരുന്നു സിനിമാ സ്റ്റൈലിനെ പോലും വെല്ലുന്ന രീതിയിൽ ബൈക്കിലെത്തിയ സംഘം രോഹിത് ഷെട്ടിയുടെ വസതിക്കു നേരെ 5 റൗണ്ട് വെടി ഉതിർക്കുന്നത്. ആന്റി എക്സ്റ്റോർഷൻ സെൽ അതായത് AEC നടത്തിയ പഴുതടച്ച അന്വേഷണത്തിനൊടുവിൽ ഷൂട്ടർ ദീപക് ശർമ്മയടക്കം 12ഓളം പേരെ ഇതിനോടകം പോലീസ് വലയിലാക്കി കഴിഞ്ഞിട്ടുമുണ്ട്. ബിഷ്ണോയ് സംഘത്തിലെ പ്രധാനിയായ ശുഭം ലോങ്കറുടെ കൃത്യമായ പ്ലാനിങ്ങിലാണ് ഈ ആക്രമണം നടന്നതെന്ന് പ്രതികൾ മൊഴിയും നൽകിയിട്ടുണ്ട്. സിനിമാ മേഖലയിൽ ഭീതി പടർത്തുക എന്നത് മാത്രമല്ല, അധോലോകത്തിന്റെ ആധിപത്യം ഊട്ടി ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ ആക്രമണമെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. NCP നേതാവ് ബാബ സിദ്ദിഖിയുടെ കൊലപാതകത്തിലും സൽമാൻ ഖാന്റെ വസതിക്ക് നേരെ നടന്ന വെടിവെപ്പിലും മുഖ്യ സൂത്രധാരനായ ശുഭം ലോങ്കർ തന്നെയാണെന്ന് രോഹിത് ഷെട്ടിയെയും ലക്ഷ്യം വെച്ചതെന്ന് സോഷ്യൽ മീഡിയ പോസ്റ്ററിലൂടെ ഇയാൾ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത്യന്തം ഗൗരവകരമായ ഈ കുറ്റകൃത്യത്തിൽ അറസ്റ്റിലായ 12 പ്രതികൾക്കെതിരെയും മഹാരാഷ്ട്ര സംഘടിത കുറ്റകൃത്യ നിയന്ത്രണ നിയമം അഥവാ മക്കോക്ക പ്രകാരമുള്ള കടുത്ത വകുപ്പുകളാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. പിടിച്ചെടുത്ത ആയുധം കൂടുതൽ പരിശോധനകൾക്കായി ഫോറൻസിക് ലാബിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഒളിവിൽ കഴിയുന്ന ശുഭം ലോങ്കർക്കായുള്ള തെരച്ചിൽ മുംബൈ പോലീസ് ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. സിനിമാ ലോകത്തെ പ്രമുഖരെ ലക്ഷ്യം വെച്ചുള്ള അധോലോകത്തിന്റെ ഇത്തരം വെല്ലുവിളികൾ മുംബൈ പോലീസിന് വലിയ തലവേദനയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്.